ഫാബ്രിക് പറയുകയാണെങ്കിൽ പ്യുവർ സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. അതിൽ നല്ലൊരു ബനാറസി ബുട്ടി വർക്ക് ആണ്. ത്രൂ ഔട്ട് ദ ബോഡിയിൽ നല്ലൊരു ബുട്ടി വർക്ക് വന്നിട്ട് നല്ലൊരു വൈബ്രന്റ് കളർ പാലറ്റിൽ മൾട്ടി കളറിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആണ്. നല്ലൊരു എംബോസ്ഡ് പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ലോവർ ഏരിയയിൽ മുകൾ ഭാഗത്ത് സിമ്പിൾ ബോർഡർ റിബൺ ബോർഡർ വരുന്നുണ്ട്. ഫുൾ ബോഡിയിലും എൻറ്റയർ സാരി അതേ ആ ഒരു ബനാറസി ബുട്ടി വർക്ക് വരുന്നുണ്ട്. നല്ല കളറിലുമാണ്. പേൾ ക്രീമാണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം അതുപോലുള്ള ഫംഗ്ഷൻസും ഡ്രേപ്പ് ചെയ്യാം. പ്രത്യേകിച്ചും ഇതൊരു ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ അതേ ആ ഒരു ഓണം വൈബിലാണ് സാരി വന്നിരിക്കുന്നത്. ഓണം ആ ഒരു കളർ കേരള ക്രീമിൽ തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസും എല്ലാം നമ്മൾ അത്തപ്പൂവിൽ ഇടുന്ന അതേ ആ ഒരു കോമ്പിനേഷൻസിലാണ് സാരിയിൽ വന്നിരിക്കുന്നത്. നല്ലൊരു കോറൽ പീച്ച്, ബേബി പിങ്ക്, ഒലിവ് ഗ്രീൻ ആ ഒരു ടോണിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ ബോഡി സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ. ഞാൻ ക്ലോസറിൽ കാണിക്കാം. സാരിയുടെ ആ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. ഇതാണ് സാരിയിൽ ആ ഒരു ബുട്ടി വർക്ക് വരുന്നത്. ആ ഒരു ബനാറസി ബുട്ടി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഇത് ഗോൾഡൻ സെറിയിലൂടെ ബുട്ടി വർക്ക് ആയിരിക്കും ഫുൾ ബോഡി വരിക. അതിൽ ആ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. നമുക്ക് വൺ ലെയറിൽ കൊടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അതല്ല ഞാനിപ്പോൾ ഒരു ലേസി പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഫാബ്രിക് വരുന്നത് സിൽക്കി കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ. ഫുൾ ആ ഒരു ലുക്ക് ഇങ്ങനെ വരും. നല്ല ഒതുങ്ങി നിൽക്കുന്ന പാറ്റേൺ ആണ്. സിൽക്കി കോട്ട അറിയാലോ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും മെറ്റീരിയൽ. നല്ല നീറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ഇതിന്റെ കൂടെ റണ്ണിങ് ആണ് ബ്ലൗസ് വരുന്നത്. കോൺട്രാസ്റ്റും നല്ലൊരു ഓപ്ഷനാണ്. കാരണം കോൺട്രാസ്റ്റ് ഇടുകയാണെങ്കിൽ സാരി കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് വരും. ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ആ ഒരു ഒലിവ് ഗ്രീൻ നല്ലൊരു ഓപ്ഷനാണ്. കോറൽ പീച്ച് വരുന്നുണ്ട്, ബേബി പിങ്ക് വരുന്നുണ്ട് സാരിയിലെ ഫ്ലോറൽ ഡിസൈൻസ്. സാരിയുടെ കൂടെ റണ്ണിങ് ആയിട്ട് ഇതേ സ്റ്റൈലിൽ തന്നെ ഈ ഒരു ബനാറസി ബുട്ടി വർക്കിൽ പേൾ ക്രീമിൽ തന്നെയായിരിക്കും സാരിയുടെ കൂടെ ബ്ലൗസ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടും നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല എലഗന്റ് പാർട്ടി വെയർ സാരിയാണ്. ഫാബ്രിക് പറയുകയാണെങ്കിൽ മൂങ്ക സിൽക്കി ചെക്കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. അതിൽ ഫ്ലോറൽ പാറ്റേണിൽ ആപ്ലിക് വർക്ക് ആണ് സാരിയിൽ വരുന്നത്. ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ ഒരു പേസ്റ്റൽ പീച്ചും വന്നിട്ടുണ്ട്, ഒരു ചിക്കു ടോണും വന്നിട്ടുണ്ട്. ഒരു പീച്ച് ബ്ലെൻഡഡ് ചിക്കു ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ല കളറാട്ടോ. ഇതൊരു സെൽഫ് ചെക്ക് ബി പാറ്റേൺ ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. അതിൽ ആ ഫ്ലോറൽ ആപ്ലിക് വർക്ക് ആയിരിക്കും വരുന്നത്. ആ ഒരു ചെസ്റ്റ് പോർഷനും പല്ലും എല്ലാം ഇതേ സ്റ്റൈലിൽ തന്നെ നല്ല പാറ്റേണിലാണ് ഒരു വർക്ക്. അതും ആ ഒരു സെൽഫ് കളറിൽ തന്നെ അതുകൊണ്ട് തന്നെ വളരെ എലഗന്റ് ലുക്കിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ഇതൊരു എംബ്രോയിഡറി വർക്കാണ്. ആ ഒരു പീച്ച് ടോണിൽ തന്നെയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിൽ ഫ്ലോറൽ പാറ്റേണിലാണ് ഈ ഒരു ആപ്ലിക് വർക്ക് വരിക സാരിയിൽ. ഫുൾ ബോഡി സെയിം സ്റ്റൈലിൽ തന്നെ വന്നിട്ട് ഒരു പ്ലീറ്റ്സ് വരുമ്പം ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു മുങ്ക ചെക്കോട്ട ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. പല്ലു സെയിം സ്റ്റൈൽ ഇതേ പാറ്റേണിൽ തന്നെ സാരിയുടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ വരും. അടുത്ത കളർ നല്ലൊരു ബേബി പിങ്ക്. ബേബി പിങ്കിലായിരിക്കും അതേ ആ ഒരു കോമ്പിനേഷനും ഡിസൈനും എല്ലാം സെയിം പാറ്റേൺ തന്നെ വരുന്നത്. ആപ്ലിക്കോക്ക് സെയിം സ്റ്റൈൽ വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ഗ്രീൻ ആണ്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ അതേ ആ സെൽഫ് വീവിൽ തന്നെയാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. ഫുൾ ബോഡി ആപ്ലിക്കോക്ക് വന്നിട്ട് റണ്ണിങ് പല്ലു പ്ലെയിൻ ബ്ലൗസ്. എല്ലാം നല്ല കളേഴ്സിലാണ് സാരി വന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു വെഡിങ് ഫംഗ്ഷന് കസിൻ സിസ്റ്റേഴ്സിനെല്ലാം ഒരുപോലെ ഡ്രേപ്പ് ചെയ്യാൻ നല്ലതാണ്. അമ്മമാർക്കും ഗിഫ്റ്റ് കൊടുക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. വളരെ കംഫർട്ടബിൾ ആണ് സാരിയുടെ ഫാബ്രിക്. ആ ഒരു മുങ്ക ചെക്കൗട്ട് ആയതുകൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ആ ഒരു സിൽക്കിൻ്റെതായ ഡിസ്കംഫർട്ട് ഒന്നും സാരിക്കില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. സെയിം സ്റ്റൈലിൽ അതേ ആ ഒരു ആപ്ലിക് വർക്കും സെൽഫ് വീവിൽ തന്നെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സട്ടിലായിട്ട് നിൽക്കുന്ന പാറ്റേണിലാണ് സാരി വരുന്നത്. ബോർഡറിൽ എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡർ വന്നിട്ട് എൻറ്റയർ ബോഡി ഇതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു എംബ്രോയിഡറി വർക്ക് പ്ലസ് ആപ്ലിക് വർക്ക് ആ ഒരു പാറ്റേണിലായിരിക്കും വരിക. ബ്ലൗസ് വരുന്ന എല്ലാ സാരീസിനും പ്ലെയിൻ ആയിരിക്കും. വീണ്ടും നല്ലൊരു സോഫ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിന് മുൻപത്തെ സാരി നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ച് ആയിരുന്നു. ഇത് വരുന്ന സോഫ്റ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ആണ്. ബേബി പിങ്കിന്റെ തന്നെ നല്ലൊരു സോഫ്റ്റ് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വർക്ക് വരുന്നത് വിത്ത് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ലൈലാക് ഷെയ്ഡിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം അതേ പാറ്റേൺ വിത്ത് ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലായിരുന്നു എല്ലാ സാരീസും വന്നത്. ഇത് ലാസ്റ്റ് സാരിയാണ്. ഇത് പറയുകയാണെങ്കിൽ ഒരു ലാവൻഡർ ടിൻറ്റഡ് ഗ്രേ ആണ്. ഗ്രേയും വന്നിട്ടുണ്ട്, ലാവൻഡറും ഉണ്ട്. ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ സെൽഫ് കളറിൽ തന്നെയായിരിക്കും. ഫുൾ ബോഡി അതേ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ആപ്ലിക് വർക്കും വരുന്നുണ്ട്. മുന്താണി സെയിം പാറ്റേൺ അതേ ടോണിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്.